ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ഫിബറ്റി ബേബി ഒ ഐ ടി ഇൻസ്ട്രക്ടർ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു ചെറിയ ടോപ്പിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒ ഐ ടി ലിസണിങ്ങിൻ്റെ ടിപ്സും സ്ട്രാറ്റജീസുമാണ്. എങ്ങനെയാണ് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഒ ഐ ടി ലിസണിങ്ങിന് നല്ല സ്കോർ നേടാമെന്നുള്ള ചെറിയ ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒ ഐ ടി ലിസണിങ്ങിലേക്ക് പോവാം. ഒ ഐ ടി ലിസണിങ് ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒ ഐ ടി ലിസണിങ്ങിന് നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ഫസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യം. അതായത് ഇപ്പം നിങ്ങൾ ഒ ഐ ടി ലിസണിങ്ങിന് ഏറ്റവും പുറകിലോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒ ഐ ടി ലിസണിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ലിസണിങ് സ്കില്ല് എങ്ങനെ നിങ്ങളിലേക്ക് ക്രമാതീതമായി അല്ലെങ്കിൽ ഒരു തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 42 ക്വസ്റ്റ്യൻ്റെ നിങ്ങൾക്കൊരു 15 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 42-ൽ നിങ്ങൾക്കൊരു 20 സ്കോർ കിട്ടുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റൻസീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ചെയ്യുന്ന മെറ്റീരിയൽ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അറ്റ്ലീസ്റ്റ് ഒരു 5 ടൈംസ് എങ്കിലും നിങ്ങൾ ആ സെയിം മെറ്റീരിയൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഞാൻ പല കുട്ടികളും കണ്ടിട്ടുണ്ട്, ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനകത്ത് ഇപ്പോൾ ഒരു 20 സ്കോർ അല്ലെങ്കിൽ ഒരു 22 സ്കോർ കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് അവിടെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അവോയ്ഡ് ചെയ്തുകൊണ്ട് അടുത്ത മെറ്റീരിയലിലേക്ക് പോവുക, നെക്സ്റ്റ് മെറ്റീരിയലിലേക്ക് പോവുക. അങ്ങനെയുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ഒഴിവാക്കണം. ബിക്കോസ് നിങ്ങൾ ഓരോ മെറ്റീരിയലും പല മെറ്റീരിയലുകൾ ചെയ്യുന്നതിലൂടെയല്ല നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ചെയ്ത മെറ്റീരിയൽസ് നിങ്ങൾ റിവൈസ് ചെയ്ത് എവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച് മുന്നേറുമ്പോഴാണ് നിങ്ങളുടെ ലിസണിങ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറേ ടിപ്സ്, സ്ട്രാറ്റജീസ്, ട്രിക്സ് ഒ ഐ ടി ലിസണിങ്ങിനുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ആ വേർഡ്സുകൾ അല്ലെങ്കിൽ അവരുടെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന ടിപ്സ്, സ്ട്രാറ്റജീസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാ ടിപ്സും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ കിട്ടാവുന്ന തരത്തിലുള്ള ടിപ്സുകളാണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്ലാസ്സിലൂടെ കിട്ടാവുന്ന തരത്തിലുള്ള ടിപ്സുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് ഒ ഐ ടി പാർട്ട് എയുടെയാണ്. ഒ ഐ ടി പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സ്ട്രാക്റ്റ് നമ്മൾ ഒരു ഹെൽത്ത് കെയർ വർക്കറും ഒരു പേഷ്യൻറ്റും തമ്മിലുള്ള ലിസണിങ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്ലിപ്പായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ആ ഓഡിയോ ക്ലിപ്പ് എന്തിന് എന്നുള്ളതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഈസ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ ഈസ് ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഈസ് ഡൂയിങ് കോൺവെർസേഷൻ വിത്ത് വൺ പേഷ്യൻറ്റ്. ഇങ്ങനെയുള്ള ആരാണോ നിങ്ങളുടെ ടോക്കർ അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ആരോടാണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ബിക്കോസ് ഫിസിയോതെറാപ്പിസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡയറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നില്ല. ഡയറ്റീഷ്യൻ ഒരിക്കലും ഒരു റൊമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഡയറ്റീഷ്യൻ എന്താണോ വേണ്ടതെന്നുള്ള വേർഡ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ആദ്യത്തെ ഡീറ്റെയിൽസ് അതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ടു ദ സ്പെസിഫിക് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഫർമേഷനെ കുറിച്ചായിരിക്കും ആ ഓൾ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു 12 ക്വസ്റ്റ്യനും റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഓർത്തോപീഡീഷ്യൻ അല്ലെങ്കിൽ ഒരു ഓർത്തോ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഒരു രോഗിയോട് സംസാരിക്കുമ്പോൾ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവാം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ തന്നെ സയൻസ് ആൻഡ് സിംറ്റംസ് ആവാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മേജർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സർജറിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെ പലതരത്തിലുള്ള ഡീറ്റെയിൽസുകൾ അവർ സംസാരിച്ചെന്ന് വരും അല്ലേ. അപ്പം നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അവർ എന്തിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു 30 സെക്കൻഡ് വായിച്ച് കഴിയുന്ന സമയത്ത് എന്ത് സ്പെസിഫിക് ഇൻഫർമേഷനാണോ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഈ ഒരു ആൾ ഇന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക എന്നാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിസണിങ്ങിനകത്ത് പല തരത്തിലുള്ള ജിസ്റ്റുകൾ വരാം. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു സ്കില്ല് നിങ്ങൾ തുടരെ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഒ ഐ ടി ലിസണിങ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 42-ൽ 32 35 ഒന്നും കിട്ടിയെന്ന് വരില്ല. ബട്ട് തുടരെയുള്ള നിങ്ങളുടെ അറ്റംപ്റ്റ്, നിങ്ങളുടെ പ്രാക്ടീസ് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ നന്നായിട്ട് ഗ്രാബ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ ഒരു 25 to 30 ഡേയ്സിനുള്ളിൽ തന്നെ ലിസണിങ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് പാസ്സാകാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ ഒ ഐ ടി ലിസണിങ് എന്ന് പറയുന്നത് എന്തായാലും മെഡിക്കൽ
റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അവർ എന്ത് സംസാരിച്ചാലും, എന്ത് സെൻറ്റൻസ് അല്ലെങ്കിൽ എന്ത് വേർഡ്സ് നിങ്ങൾ കീവേഡുകളായിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യുന്നതാണ്, ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്കൂടെ മനസ്സിലാകാൻ പറ്റാവുന്ന ഒരു മനസ്സിലാകാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊനൗൺസിയേഷനും അല്ലെങ്കിൽ ആ സ്ലാങ്ങും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തുടരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ ടോൺ ഓഫ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് സംസാരിക്കുന്ന ടോൺ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നത് വളരെയധികം നിങ്ങളെ സഹായിക്കും. പിന്നെ പല ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ശ്രദ്ധിച്ചറിയും 7ഉം 8ഉം 9ഉം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്ട്രാക്റ്റിലെ തന്നെ 17, 16, 14 അല്ലെങ്കിൽ 15, 16, 17 അല്ലെങ്കിൽ 13, 14, 15 ഈ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തടുത്തടുത്ത് കിടക്കുന്നതായിട്ട് കാണും അല്ലേ. അപ്പം നിങ്ങൾ ഈ ആൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻസറുകൾ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ഈ മൊത്തം ആൻസറുകൾ എഴുതാതെ തന്നെ ഒരു ഷോർട്ട് ഫോമിലേക്ക് എഴുതി പോകുമോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 14 എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 15 എഴുതാൻ കിട്ടണമെന്നില്ല, 15 എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 16 എഴുതാൻ കിട്ടണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആൻസർ വരുന്നതാണെങ്കിൽ ഷോർട്ട് ഫോം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീടുള്ള 2 മിനിറ്റ്സ് ടൈമിൽ അത് ഫുള്ളായിട്ട് എഴുതുവാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കർ സംസാരിക്കുമ്പോൾ സ്പീക്കർ ഒപ്പീനിയൻ ആണോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആൻസറുകളെല്ലാം ഒരു പ്രൊബബിൾ ടൈപ്പിലുള്ള ആൻസറുകൾ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആക്സെൻറ്റുകളാണ് നമ്മൾ ഒ ടി ലിസണിങ്ങിന് കേൾക്കുന്നത് അല്ലേ. ആക്സെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ഇ ടിയിൽ തന്നെ നമുക്ക് ഐറിഷ് ആക്സെൻറ്റ് കേൾക്കാം, അമേരിക്കൻ ആക്സെൻറ്റ് കേൾക്കാം, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് കേൾക്കാം. അപ്പോൾ ഏത് ആക്സെൻറ്റ് കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസിയേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് തുടരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രാക്ടീസ് സെക്ഷൻ നന്നായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതോട് കൂടി നിങ്ങൾ ആൻസറുകൾ കണ്ടെത്താൻ മാത്രമല്ല ഈ പ്രാക്ടീസ് സെക്ഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആക്സെൻറ്റ് മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു കഴിവും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അത് വേറൊരു കാര്യം കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സ്പീക്കർ സംസാരിക്കുമ്പോൾ അതിൻ്റെ സിനോനൈംസ് ലാംഗ്വേജിലായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്ന ഒരു വേർഡിൻ്റെ സിനോനൈംസ് ലാംഗ്വേജിലായിരിക്കും സ്പീക്കർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സ്പീക്കർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിൻ്റെ വൊക്കാബുലറി ആയിരിക്കും നമ്മുടെ എന്തുണ്ടാവുന്നത്, ക്വസ്റ്റ്യനിനകത്ത് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റീഡിങ് ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത് പോലെ എപ്പോഴും നമ്മൾ ഒരു വേർഡിൻ്റെ പല അർത്ഥങ്ങൾ നമുക്കത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കരുത്. ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ തന്നെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ബട്ട് സ്പീക്കർ സംസാരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, സിനോനൈംസ് ലാംഗ്വേജിലായിരിക്കും എന്ന് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. പിന്നെ എപ്പോഴും ആൻസറുകൾ പലപ്പോഴും വരുന്നത് പാരാഫ്രൈസിങ്ങിലൂടെയാണ്. പാരാഫ്രൈസിങ് മെത്തേഡുകൾ അവർ പറഞ്ഞു തരും. സ്പീക്കർ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സ്കില്ലും കൂടെ നിങ്ങൾ പ്രാക്ടീസ് സെക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജനറലായിട്ട് പറയുന്നത്. ഇനിയും നിങ്ങൾ ചെയ്യേണ്ട വൈൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 1 മന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒ ഇ ടി ലിസണിങ്ങിൻ്റെ ഇന്ന് ഒരു മോഡ്യൂൾ എടുത്തു. ആ ഒരു മോഡ്യൂളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 20 കിട്ടിയിട്ടുള്ളെങ്കിൽ ആ 20 എന്തൊക്കെ കറക്റ്റ് ആൻസറുകൾ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പ്രാവശ്യം നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 1 അവർ കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സ്കോർ ഇമ്പ്രൂവ് ആയോ, അല്ലെങ്കിൽ എവിടെയാണ് അത് തെറ്റിയത്, എന്തുകൊണ്ടാണ് തെറ്റിയത്, ഏത് ആക്സെൻറ്റ് വന്നപ്പോഴാണ് തെറ്റിയത്, എവിടെ അത് സ്പീഡ് കൂടിയപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റിയതെന്ന് നിങ്ങളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയെടുക്കണം. ബാക്കി 3 മോഡ്യൂളിനും റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്ങിന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാം. എസ്പെഷ്യലി റീഡിങ്ങിനൊക്കെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ടിപ്സും സ്ട്രാറ്റജീസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ കൂട്ടാൻ പറ്റും. ലിസണിങ്ങിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ ഡിഫിക്കൽട്ടാണ്. നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ യാത്രകൾ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് അതിലൂടെ മുന്നേറുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് ലിസണിങ് സ്കോറിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഇതുപോലെയുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ലിസണിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ ടിപ്സ്, സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഇത് ഓരോ എക്സ്ട്രാക്റ്റും ഓരോ ക്വസ്റ്റ്യനും, ഇപ്പോൾ പാർട്ടി ബേക്കൊക്കെ ആണെങ്കിൽ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ഒരു ഡിഫറൻസിയേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ
ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചു തരുന്നത്. ഈ പഠിക്കേണ്ടത് ആരാണ്? ഓരോ സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും ആണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു അഡ്വൈസ് എടുത്ത് അല്ലെങ്കിൽ ടിപ്സ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും ലിസണിങ്ങിന് നല്ല സ്കോറോടുകൂടി പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ബറ്റി ബേബി OIT ഇൻസ്ട്രക്ടർ.